ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് കേക്കാണ്, പ്ലം കേക്ക്. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രൈഡ് ബ്ലൂബെറി എടുത്ത് വെച്ചിട്ടുണ്ട്, ഡ്രൈഡ് ക്രാൻബെറി ഉണ്ട്, കാഷ്യൂ ഉണ്ട്, കിസ്മിസ്, പീൽഡ് ആൽമണ്ട്സ്, പിന്നെ കൂടാതെ നമ്മൾ സിനമൺ പൗഡർ, ജിഞ്ചർ പൗഡർ അതൊരു പിഞ്ചാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കറിയാമ്പ് ഒരു 3 എണ്ണം, 2 ഏലക്ക. ഇതെല്ലാം കൂടി നമ്മൾ ഓറഞ്ച് ജ്യൂസിലാണ് നമ്മൾ ഇത് ഡിപ്പ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. നമ്മൾ ആൽക്കഹോളിക് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓറഞ്ച് ജ്യൂസിൽ തല ദിവസം തന്നെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് ഡിപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ഒരു ദിവസം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കണം ഈ ഓറഞ്ച് ജ്യൂസിൽ. അതിന് ശേഷമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തല ദിവസം തന്നെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ ഓറഞ്ച് ജ്യൂസിലെടുത്ത് വെക്കുക. പിന്നെ ആൽക്കഹോളിക് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെ ഇത് ഇപ്പോൾ നമ്മൾ നോൺ ആൽക്കഹോളിക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് നല്ല ക്ലീൻ ആയിട്ടുള്ള പൾപ്പാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ വളരെ ക്ലീൻ ആയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ആ ഓറഞ്ചിൻ്റെ ഇതളൊക്കെ അതിൽ അല്ലിയൊക്കെ വീണിട്ട് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോഴെപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇതുപോലെ അരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കുരുവും മറ്റു കാര്യങ്ങളൊക്കെ കൂടെ ഇതളെല്ലാം കൂടി അതിൽ അരിപ്പയിൽ വീണ് കിട്ടും. അപ്പോൾ നമ്മൾ ഓറഞ്ച് ജ്യൂസ് 1/2 കപ്പ് അളവിൽ എടുത്തു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വേറൊരു വലിയ ബൗൾ എടുക്കാം. വലിയ ബൗളിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇതാണ് ക്രാൻബെറി കേട്ടോ. ഇനി അടുത്തത് ബ്ലൂബെറി ഇടാം. കിസ്മിസ് ആണിത്, കറുത്ത കിസ്മിസ്. കാഷ്യൂ നട്ട് കുറച്ചിട്ടിട്ടുണ്ട്. ബ്ലൂബെറി ഇട്ട് കൊടുക്കാം. ഇത് പീൽഡ് ആൽമണ്ട് ആണ്. ബദാം ഉണ്ടല്ലോ, അത് പീൽ ചെയ്തതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് കറുത്ത കിസ്മിസ്, ബ്രൗൺ കിസ്മിസ്. അപ്പോൾ അങ്ങനെ 2 വിധത്തിലുള്ള കിസ്മിസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഏലക്കയും കറിയാമ്പും കൂടി എടുത്തിട്ടുണ്ടല്ലോ. ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. സിനമൺ പൗഡറും ജിഞ്ചർ പൗഡറും കൂടി അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മതി കേട്ടോ. രണ്ടും കൂടി നമ്മൾ ഏലക്കയും കറിയാമ്പും കൂടി പൊടിച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിലാണ് നമുക്കിവിടെ ഓറഞ്ച് ജ്യൂസ് കിട്ടിയിരിക്കുന്നത്. ഷുഗർ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ പൊടിച്ചത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നമ്മുടെ അളവനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് തേനും കൂടി ചേർത്ത് കൊടുക്കണം. മധുരം കുറച്ച്, തേനിൻ്റെ മധുരം കുറച്ച് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ. വേണമെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ അളവിലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നല്ലപോലെ മുങ്ങിക്കിടക്കട്ടെ ഓറഞ്ച് ജ്യൂസിൽ. നമ്മളുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി നന്നായി മുങ്ങിക്കിടക്കട്ടെ. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് മാറ്റാം. കണ്ടോ, ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലേക്ക് മാറ്റരുത്. ചില്ലുകുപ്പിയിൽ തന്നെ ഇത് മാറ്റി വെക്കണം കേട്ടോ. ഇതിനൊരു ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചില്ലുകുപ്പിയിലേ മാറ്റാൻ പാടുള്ളൂ. എല്ലാം കൂടി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടിയും ഓറഞ്ച് ജ്യൂസും എല്ലാം ചേർത്ത് നമുക്ക് കുപ്പിയിൽ എടുത്ത് നിറച്ച് വയ്ക്കാം. ചെറുതായി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇത് നാളെയാണ് നമ്മൾ എടുത്ത് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ തയ്യാറാക്കി വെച്ചതാണ്. ഇനി കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ 1/2 കപ്പ് അളവിൽ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത് അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ കത്തിക്കുക. ഇത് ചീനച്ചട്ടി ചൂടായ ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നന്നായി ഉരുകി വരുന്നുണ്ട് പഞ്ചസാര. ഉരുകി വന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഉരുക്കി എടുക്കാം.
കണ്ടോ, നല്ലപോലെ എല്ലാം ഉരുക്കി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളർ ആവുന്ന അളവിൽ ഉരുക്കിയെടുക്കാം. കണ്ടോ, പാകത്തിന് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, മേത്തേക്ക് തെറിച്ച് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കൈയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ പഞ്ചസാര എടുത്ത അതേ അളവ്, ആ ഒരു കപ്പുണ്ടല്ലോ, അതിൽ തന്നെ ആ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പാകമാകുമ്പോഴേക്കും നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതെടുക്കേണ്ടതുണ്ട്. മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് അളവിൽ നമ്മൾ മൈദ എടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് പൗഡറും ഉണ്ട്, ബേക്കിംഗ് സോഡയും ഉണ്ട്, രണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇനി ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്കൊന്നുകൂടെ അരിച്ച് എടുക്കാം. മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ, അത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കണം കേട്ടോ. 3 മുട്ട റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചേക്കണേ. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളെടുത്തും ആറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറ്റൊരു ബൗൾ എടുക്കുക. മറ്റൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചെടുക്കുക. വൈറ്റിലെ കൊണ്ട് മുട്ടയാണ്, കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് തന്നെ 3 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു. അത്യാവശ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി കണ്ടോ, നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വനില എക്സ്ട്രാക്റ്റ് 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. വനില എസൻസ് ഉണ്ടല്ലോ, അത് 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇനി അതിനുശേഷം നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഓറഞ്ച് ജ്യൂസിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, മുന്തിരിയും കശുവണ്ടിയും കിസ്മിസ് എല്ലാം കൂടി ചേർത്ത്, അതൊക്കെ കൂടെ ബദാം എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മൈദ, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് അരിച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. പതുക്കെ പതുക്കെ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. കട്ട കൂടാതെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. വിസ്ക് വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഓറഞ്ച് ജ്യൂസിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. മൈദ ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പ്ലം കേക്ക്. അതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശവും അളവും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ആ പാകത്തിനെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് ഒഴിച്ചു കൊടുത്തിട്ട് അത് വെള്ളത്തിൻ്റെ അംശം കൂടി പോവരുത്. അതായത് നമ്മളിത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇങ്ങനെ എടുക്കുമ്പോൾ മടങ്ങി മടങ്ങി വീഴണം. അതിൻ്റെ ബാറ്റർ ഒന്ന് മടങ്ങി വീഴണം, അതാണ് അതിൻ്റെ അളവ്. കണ്ടോ, ഈ ഒരളവിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്കിത് അപ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കി. ഇനി നമുക്ക് ഈ ഒരു മോൾഡിലേക്ക് ഈ ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുക്കാം. മോൾഡിൽ കുറച്ച് ഓയിൽ പുരട്ടി ഓയിൽ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇത് മോൾഡിലേക്ക് നിറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം.
അതിനുശേഷം ഒന്ന് തട്ടി കുടഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം അതിനകത്ത് ചെറിയ ബബിൾസ് പോലെ ഉണ്ടെങ്കിൽ ആ ബബിൾസൊക്കെ ഒന്ന് പോവാനായിട്ടാണ്. ഒന്ന് തട്ടിയെടുക്കുക നല്ല പോലെ. കണ്ടോ, നമുക്ക് തട്ടി എടുക്കാം. 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് ആണ് നമ്മൾ ഇത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. ഓവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേയിൽ വെച്ചിട്ട് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ബേക്കായി വരുന്നുണ്ട്. ഏകദേശം ഒരു 40 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഞാനിത് പുറത്തെടുത്തു. നമുക്കിതൊന്ന് കുത്തി നോക്കാം അകത്തൊക്കെ നന്നായി വെന്തിട്ടുണ്ടോയെന്ന്. ഒരു ടൂത്ത് പിക്കോ ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് കുത്തി നോക്കുക. കണ്ടോ, ഒട്ടും ആ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ കേക്ക് പാകത്തിന് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഈ ട്രേയിൽ നിന്ന് മാറ്റാം. കണ്ടോ, ഇതിൽ നിന്ന് മാറ്റിയ ശേഷം നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ ഓയിൽ പേപ്പറൊക്കെ ഒന്ന് പതുക്കെ മാറ്റി ഇത് മറിച്ചൊക്കെ എടുക്കാം. കട്ട് ചെയ്തെടുക്കണമല്ലോ, അപ്പോൾ ഇതൊന്ന് മറിച്ചൊക്കെ എടുക്കാം. കണ്ടോ, ഓയിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റി രണ്ട് സൈഡിൽ ഒട്ടിച്ചിരിക്കുന്ന ഓയിൽ പേപ്പറൊക്കെ നമ്മളെടുത്ത് മാറ്റി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറച്ചെടുക്കാം കേട്ടോ. ഇതിലൊട്ടിയിരിക്കുന്ന ചേർന്നിരിക്കുകയാണ് നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പേപ്പർ. താഴ്ഭാഗത്ത് വെച്ചിരിക്കുന്നത് അതെല്ലാം നമ്മൾ പറിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേക്ക്. പ്ലം കേക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുക. നല്ല ഒരു ഭാവി നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. പുതിയ വർഷത്തിൻ്റെ നല്ലൊരു നന്മയും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ചാനലിലെ കൂടെയുള്ള എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു. താങ്ക് യു വെരി മച്ച്.